ഞങ്ങൾ ഈ പാപ്പയെ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? റോമിലെ പൊന്തിഫിക്കൽ സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്ന മാരിയോ പൽമാരോ 2013 ഒക്ടോബറിൽ ഒരു ഇറ്റാലിയൻ പത്രത്തിൽ എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ടായിരുന്നു ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ അതുവരെ വന്നതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനവും കുറ്റപ്പെടുത്തലുമായിരുന്നു ആ ലേഖനം. അങ്ങനെയിരിക്കെ മാരിയോ രോഗബാധിതനായി, അതും അപൂർവമായ ക്യാൻസർ. ഒരു ദിവസം ഫോണടിക്കുന്ന ശബ്ദം കേട്ടാണ് മാരിയോ മയക്കത്തിൽ നിന്നും കണ്ണു തുറന്നത്. ഭാര്യയാണ് ഫോൺ എടുത്തത്. ഫോണുമായി കട്ടിലിനടുത്തെത്തിയ ഭാര്യ ആകെ പതറിയിരുന്നു. മുഖമാകെ അമ്പരപ്പ്. മാരിയോയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് അവൾ ഭർത്താവിന്റെ ചെവിയിൽ മന്ത്രിച്ചു. ഫ്രാൻസിസ് പാപ്പയാണ്. താൻ പാപ്പയെ വിമർശിച്ച് ലേഖനം എഴുതിയതിനെ കുറിച്ച് മാരിയോ പറഞ്ഞപ്പോൾ അസാധാരണമാം വിധം ശാന്തമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതികരിച്ചത്. തെറ്റെന്ന് തോന്നിയത് ചൂണ്ടിക്കാണിച്ചതും വിമർശിച്ചതും തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിമർശനത്തോട് ഒരു കാലത്തും അദ്ദേഹം അസഹിഷ്ണുത പുലർത്തിയില്ല. ദരിദ്രർക്കും അഭയാർത്ഥികൾക്കും യുദ്ധത്തിൽപ്പെട്ട മനുഷ്യർക്കും പാപ്പയുടെ വാക്കുകൾ ആശ്വാസമായി. പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്കരുടെ മാത്രം പാപ്പയായിരുന്നില്ല, ലോകത്തിന്റെ മുഴുവൻ പാപ്പയായിരുന്നു. മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റം തടയാനായി അതിർത്തിയിൽ മതിലുകൾ പണിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചപ്പോൾ മതിലുകളല്ല, മനുഷ്യർക്കിടയിൽ പാലങ്ങളാണ് പണിയേണ്ടത് എന്നാണ് പാപ്പ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അവസാന ഈസ്റ്റർ സന്ദേശം പോലും ഗാസയിലെ ശാശ്വത സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. ആരെയും വിധിക്കാൻ താൻ ആളല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന രാഷ്ട്രീയ സന്ദേശമാണ് പാപ്പ നൽകുന്നത്. പാപ്പ പോപ്പ് ഫ്രാൻസിസിനെ വായിക്കാം എന്ന പുസ്തകം അസാധാരണമാം വിധം സാധാരണത്വം പുലർത്തിയ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രായോഗികവും യുക്തിപരവുമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച, മുൻവിധികളില്ലാതെ മനുഷ്യരെ കേട്ടിരുന്ന മാർപ്പാപ്പയെ കൂടുതൽ അറിയാം.